നാട്ടികയിലെ ഇടതുപക്ഷ രാഷ്ട്രീയം പരിപൂർണമായും മലീമസപ്പെട്ടു കിടക്കുകയാണെന്ന് വി.എം. സുധീരൻ പറഞ്ഞു. മുൻ എം.എൽ.എയെക്കുറിച്ച് നിലവിലെ എം.എൽ.എ പറഞ്ഞ ആക്ഷേപങ്ങൾ വലിയ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഉയർന്നുവന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഒരു ഇടതുപക്ഷക്കാരനും തയ്യാറാകുന്നില്ലെന്നും വി.എം. സുധീരൻ കുറ്റപ്പെടുത്തി. യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ നാട്ടിക നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.എം. സുധീരൻ. അത്ഭുതകരമായ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു വിജയിക്കായിരിക്കും ഈ തവണ. ജനങ്ങൾ ആകെ ഇത്രയേറെ തെരഞ്ഞെടുപ്പിലൂടെ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അത്രയും തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് പോലെ നിലവിലുള്ള സംസ്ഥാന സർക്കാരിനെതിരെ ഇത്രമാത്രം ശക്തമായ ജനരോഷം ഉയർന്ന കാലം എൻ്റെ അനുഭവത്തിൽ, നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ടാവില്ല. കേരളത്തിലെ ജനങ്ങളാകെ പിണറായി വിജയന്റെ ദുർഭരണം, ഈ സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. ഐക്യജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തകരും നേതാക്കളും മാത്രമല്ല, വളരെ ആത്മാർത്ഥതയോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള, ചെങ്കൊടി നെഞ്ചിലേക്കിയ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നെഞ്ചിലേക്കിയ ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ ഈ തവണ പിണറായി സർക്കാർ മാറേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരേക്കൂടെ പോകണമെങ്കിൽ ആവശ്യമാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന നിലയിലേക്കാണ്. അഡ്വക്കേറ്റ് ബിജു കൊണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, KV ദാസൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, KK കൊച്ചുമുഹമ്മദ്, MK അബ്ദുൽ സലാം, CO ജേക്കബ്, വികാസ് ചക്രപാണി, CM ബാലസുന്ദരൻ, TK പൊറിഞ്ചു, VR വിജയൻ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശോഭ സുബിൻ, NS അയ്യൂബ്, രഞ്ജില ഗിരി, P വിനു, ഷീബ അജയകൃഷ്ണൻ, സിജോ ജോർജ്, CK വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അനിൽ പൊളിക്കൽ ചെയർമാനായും KA ഹാറൂൺ റഷീദ് ജനറൽ കൺവീനറായും PA ഷൗക്കത്ത് അലി, ഷൈജു സായിറാം വർക്കിംഗ് ചെയർമാൻമാരായും അഡ്വക്കേറ്റ് AB അനീഷ് ട്രഷററായും 1001 അംഗ UDF നാട്ടിക നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു.